നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. ഇപ്പോൾ KPCCക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പ്രവർത്തകരൊക്കെ വലിയ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ആരാകും മുഖ്യമന്ത്രി എന്ന് തോന്നുന്നു? ആരാകുമെന്നുള്ളത് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിന്റെ അനൗൺസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ലൊരു തീരുമാനമായിട്ട് വരുമെന്നാണ് പ്രതീക്ഷ. അത് അതെ, പക്ഷെ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും നേതാക്കളാണ്, ഞങ്ങളുടെ നേതാക്കളാണ്. അപ്പൊ അതിൽ എന്തായാലും നല്ല ശുഭമായ ഒരു ആൻസർ തന്നെ വരും എന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ വെയിറ്റ് ചെയ്യും. ആര് വന്നാലും സന്തോഷം കൊള്ളാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. പ്രതീക്ഷ എന്താണ്? പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനം മുഴങ്ങിയിരിക്കും. അങ്ങനെയാണ് എന്നും പാർട്ടിക്ക് പോകണമെന്നുള്ളത്. പാർട്ടിയാണ് പ്രധാനം. അതൊക്കെ ഓരോ വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾ. ഞങ്ങൾ പാർട്ടിക്കാരാണ്. വീട്ടിലേക്ക് എല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഉള്ളത്. അത് പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രസിഡന്റും കൂടെ തീരുമാനിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത്ര പാർട്ടി തീരുമാനമല്ലേ. അതൊന്നും കുഴപ്പമില്ല. വൈഡൂര്യമാണ്. അത് ഉറച്ചുറച്ച് ഷാർപ്പായി കൊണ്ടുവരണം. അത് സമയമെടുക്കും. അത് എന്തിന് പാർട്ടി വലുതല്ലേ. ചരിത്രമില്ലാത്ത ഭൂരിപക്ഷത്തോടെ പാർട്ടി വന്നപ്പോൾ അതിലെന്തോന്നത്. ഞങ്ങൾ ക്ഷമയുള്ളവരാണ്. ഞങ്ങൾ ക്ഷമിക്കാം. ഞങ്ങൾ ക്ഷമയുള്ളവരാണ്. ക്ഷമിച്ചുകൊണ്ടിരിക്കാം. പാർട്ടി അത് പാർട്ടി വരുന്നതല്ലേ. തയ്യാറാണ്. പിന്നെ തയ്യാറാണ്. അപ്പൊ എന്തായാലും വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി എന്നറിയാനായി. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രവർത്തകരൊക്കെ പറയുന്നു ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. അതായത് ഇപ്പൊ പ്രഖ്യാപനം ഉണ്ടാകും. അതായത് AICC ആസ്ഥാനത്ത് ചർച്ചകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലും ദീപ മുൻഷിക്കൊപ്പം മാധ്യമങ്ങളെ കാണുന്നു. എന്നിട്ട് അപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയതാണ്. പക്ഷെ അറിയിച്ചത് പിന്നീട് പ്രഖ്യാപനം ഉണ്ടാകും 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അത്തരത്തിലാകുമോ ഇന്ന് എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പോലെ ഇന്ന് തേങ്ങ ഉടയ്ക്കുമോ എന്നൊരു ചോദ്യമാണ് ആകാംക്ഷയായി നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഏവരും വ്യക്തമാക്കുന്നത്, പ്രവർത്തകരൊക്കെ വ്യക്തമാക്കുന്നത്. ചർച്ച പുരോഗമിക്കുകയാണ്. വലിയൊരു ആകാംക്ഷ തന്നെയുണ്ട്. ഇപ്പോൾ വനിതാ പ്രവർത്തകർ ചേരുന്നുണ്ട്. ഇന്ന് തന്നെ ഇന്ന് തന്നെ ഉണ്ടാവും. ഇവിടെ സജ്ജമാണോ ആഘോഷിക്കാൻ? അതെ അതെ, സജ്ജമാണ്. പ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മൾ എന്താന്ന് ചെയ്യാൻ തീരുമാനിച്ചു. ഉണ്ടാവണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് എന്താണ് അതിനോട് നമ്മളെ കോൺഗ്രസ് പ്രവർത്തകര് സപ്പോർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമാണല്ലോ. കോൺഗ്രസിലെ എല്ലാവരും നേതാക്കന്മാരാണല്ലോ. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളും എല്ലാ ധാരണകളും ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ, ആകാംക്ഷയോടെ കാത്ത് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഓടി ഇങ്ങനെ ഇറങ്ങി വന്നു. വീട്ടിൽ ഇരുന്ന് കേൾക്കുന്നേക്കാൾ ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. എല്ലാ പ്രവർത്തകർക്കും നെഞ്ചെടുപ്പൊന്നും അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ഞങ്ങൾക്ക് ഒരു നെഞ്ചെടുപ്പുമില്ല. ഇനി ഞങ്ങൾക്ക് നന്നായിട്ടുള്ള ഒരു ഭരണം, നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ഒരു ധീരതയോടെ നയിക്കുന്ന ഒരാൾ തന്നെ മുന്നിൽ വരണം. അതിനുവേണ്ടി VD സതീശ സാറ് വരുമെന്നുള്ള പ്രതിജ്ഞയോടെ അത് അനുഭവിക്കാൻ, അത് കേട്ടനുഭവിക്കാൻ വേണ്ടി ഈ നിരവധി വന്നിരിക്കുകയാണ്. ഒരു പ്രവർത്തക എന്ന രീതിയിൽ VD സതീശന് അനുകൂലമായ ഘടകങ്ങൾ അദ്ദേഹം ഈ 5 വർഷവും അതായത് കോൺഗ്രസിനെ വേണ്ടായ്മകളൊക്കെ ഒത്തിരി പറഞ്ഞു. കമന്റിൽ കൂടെയൊക്കെ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ, ആ സാറിന്റെ കുറെ നഷ്ടം, അങ്ങനെയൊക്കെ കുറെ ഇതിൽ വന്ന് കോൺഗ്രസിന് ഇത്തിരി ഒരു കുറവ്, ഒരു മങ്ങിയതുപോലെ ഒരു കാലത്ത് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സതീശ സാറ് പ്രതിപക്ഷത്ത് വന്നതിന് ശേഷമാണ് സാറിന്റെ ഒച്ചയെ ഞങ്ങളെ ചെവിക്കകത്ത് ഇന്നും മുഴങ്ങുന്നത്. നിയമസഭയ്ക്കകത്ത് വേണ്ടായ്മകൾ കാണിക്കുമ്പോൾ ഭരണപക്ഷം കാണിക്കുന്ന വേണ്ടായ്മകളെ എതിർത്ത് നന്നായിട്ട് അതിനെ വാദിച്ച് നേടിത്തരികയും സംസാരിക്കുകയും ജനങ്ങളിലോട്ട് ഇന്ന് സകല വോട്ടേഴ്സും പറയുന്ന അങ്ങനെയാണ്.
വി ഡി സതീശൻ സാർ മതി. കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും പ്ലസ് പോയിന്റ് വരാൻ അവർക്ക് ഈ സാറിനെ അറിയാവൂ. സാറിന്റെ ഒച്ചയേ ഉള്ളൂ, TV തുറന്നാലും സാറിന്റെ ഒച്ചയേ ഉള്ളൂ, സാറിന്റെ നിഴലേ ഉള്ളൂ. ഇതൊക്കെയാണ്. അപ്പൊ ഈ കോൺഗ്രസിന് നല്ലൊരു ജീവൻ ഉണർത്തിക്കൊണ്ട് വന്നത് നമ്മുടെ വി ഡി സതീശ സാറാണ്. സാറ് വന്നാലേ പറ്റൂ കേരളത്തിനെ നയിക്കാൻ. സാറ് ഒരുപാട് വാക്കുകൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ശുഭാപ്തി വിശ്വാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സാറ് വന്നാൽ സാറിനെ അറിയൂ. ഒത്തിരി കാര്യങ്ങൾക്ക് പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് പല സമരങ്ങളും അതെല്ലാം നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ അവിടെ അരങ്ങേറിയപ്പോൾ സാറിൽ കൂടിയാണ് ഇതെല്ലാം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. സാർ അവരെ സമാധാനിപ്പിച്ചു. നല്ല കാര്യങ്ങൾ ഞാൻ വരട്ടെ, ഞങ്ങൾ ഭരിക്കാൻ വരട്ടെ, എന്തെങ്കിലും ചെയ്യപ്പോൾ അവരെല്ലാം പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പൊ സാറിനാണ് കൂടുതൽ കേരളത്തെ കുറിച്ച് അറിയുന്നതും കേരള ജനതയെ കുറിച്ച് അറിയുന്നതും. സാറ് തന്നെ വരണം. ആ പാവങ്ങൾ കാത്തു കെട്ടിരിക്കുക, നല്ലൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കാം. സാറ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കഴിവും എല്ലാം ഇരുന്നത് കൊണ്ടാണ് ഇത്രയും തന്നെ നമുക്ക് നല്ലതായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയത്. ഇത്രയും നമുക്ക് ജനങ്ങൾ നമ്മൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് സാറ് വി ഡി സതീശൻ സാർ വന്നതിന് ശേഷം. അപ്പൊ എന്തായാലും പ്രവർത്തകരൊക്കെ ആവേശത്തോടെ പറയുന്നത് നമ്മൾ കേട്ടു. നമ്മളിപ്പോ ഇന്ന് മലയാളി വാർത്ത ജനങ്ങളുടെ ഒരു പ്രതികരണം എടുത്തിരുന്നു. ജനങ്ങളുടെ പ്രതികരണത്തിലും ഒന്നടങ്കം പറയുന്നത് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നാണ്. ഇപ്പോൾ ഈ പ്രവർത്തകരോട് സംസാരിച്ചപ്പോഴും അവരും അതേ ഒരു ഒരു അഭിപ്രായം തന്നെയാണ് അവർക്കും പറയാനുള്ളത്. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണം. അടുത്ത 5 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കാൻ അദ്ദേഹം തന്നെ വരണം എന്ന ഒരു പ്രതീക്ഷയാണ് പ്രവർത്തകരും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു KPCCന്റെ മുൻഭാഗത്ത് മാധ്യമപ്പടയും പ്രവർത്തകരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രഖ്യാപനം ഇന്നുണ്ടായാൽ അതിനുശേഷം വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ സജ്ജമാക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ആവേശത്തിലാണ്, വലിയ ചങ്കിടിപ്പുണ്ട്. പ്രത്യേകിച്ച് KC പക്ഷം, അതുപോലെ തന്നെ VD പക്ഷം, RC പക്ഷം, ഈ പക്ഷത്തിലുള്ളവർക്ക് വലിയൊരു ചങ്കിടിപ്പുണ്ട്. ഞങ്ങളുടെ നേതാവ് തന്നെ മുഖ്യമന്ത്രി ആകുമോ എന്നൊരു ആശങ്ക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉത്കണ്ഠ, ഒരു ആകാംക്ഷ അവരെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ആരാകുമെന്ന ഒരു ചോദ്യം. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്ക് വിലയിരുത്തുന്നത് ഇപ്പോൾ 3 പേരും ഒരേ പിടിക്ക്, അതായത് ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകണം എന്ന ഒരു വാശിയിൽ 3 പേരും ഒരേ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി 2 പേരെ മെരുക്കി ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് പറഞ്ഞിട്ടാണ് ബാക്കി 2 പേരെയും മെരുക്കുക, അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടാകാം 2 പേരെയും മെരുക്കിയത്? എന്തൊക്കെ സ്ഥാനങ്ങളായിരിക്കാം മുഖ്യമന്ത്രി അല്ലാത്ത ബാക്കി 2 പേർക്ക് നൽകുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തായാലും ഒരാൾ പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 പേരും എന്ത് സ്ഥാനത്തേക്കാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്? അവർക്ക് എന്ത് സ്ഥാനമാണ് നൽകുന്നത്? അവർ ഏത് രീതിയിലാണ് വരുതിയിലാക്കുന്നത്? അങ്ങനെ ഒരു വശവും കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്തരത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടെങ്കിൽ ബാക്കി 2 പേരെ എന്ത് പദവി കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നതും ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ കാര്യമാണ്. അതിനും ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ചിലയിടത്തുണ്ടാവുന്ന മറ്റ് രാഷ്ട്രീയ നിരീക്ഷകർ ഒരു വശത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ PD സതീശനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ മറ്റ് 2 പേരുടെയും ഭാഗത്തുള്ള അണികൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനത്തോടെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു അസ്വസ്ഥതകൾ പുറപ്പെടാൻ സാധ്യതയുണ്ടോ? ആ ഒരു സാധ്യത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പലയിടത്തും വലിയ രീതിയിലുള്ള ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നു. അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള ഫ്ലെക്സുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ഇന്ന വ്യക്തിക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും KCയുടെ ഫ്ലെക്സിൽ KCയുടെ മുഖത്ത് കറുത്ത പെയിന്റ് അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനത്തെയുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും തുടരുമോ? മുഖ്യമന്ത്രി ആരായാലും അങ്ങനെ ഒരു പ്രതിഷേധം തുടരുമോ എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. അപ്പോൾ
അതിനെല്ലാം ഒരു ഉത്തരം അറിയേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും കേരള ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നറിയാൻ. മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ സെക്കൻഡുകൾക്കകം ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ്. എന്തായാലും ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളാണ്. പ്രവർത്തകരൊക്കെ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് എന്നറിയാനായി. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നത് വലിയൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള ഏറ്റവും പുതിയ വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ അതായത് മണിക്കൂറുകൾക്കകം അത്തരത്തിലൊരു തീരുമാനമുണ്ടാകും. ഈ ഒരു ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു എന്ന വിവരവും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കസേര ആർക്ക് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കസേര ഉടൻ തന്നെ ആര് സ്വന്തമാക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ KPCC ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാവിലെയോടെ സണ്ണി ജോസഫ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം വന്ന് മടങ്ങിയിരുന്നു. ദീപ മുൻഷിദാസ് എത്തിയിരുന്നു, അവരും മടങ്ങിയിരുന്നു. അപ്പോൾ ഇനി പ്രമുഖ നേതാക്കന്മാരുടെ ഒരു അഭാവം ഇവിടെ ഉണ്ട് എങ്കിൽ പോലും പ്രവർത്തകരൊക്കെ ആവേശത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കാത്തത്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ, അതായത് 3/4 മണിക്കൂർ നീണ്ടു നിന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ഖർഗെയുടെ വീട്ടിലായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കൽ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കലാണോ അതോ മാധ്യമങ്ങളെ കണ്ടു പറയുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും വാർത്താ സമ്മേളനം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. AK ആന്റണിയുടെ ഒരു നിലപാട് കൂടി വിഷയത്തിൽ തേടിയിട്ടുണ്ട്. മുതിർന്ന നേതാവ്, നമുക്കറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് AK ആന്റണി. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും കൂടി ഇപ്പോൾ ഹൈക്കമാൻഡ് തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്താണ്, അത് മുതിർന്ന നേതാക്കളുടെ ഒരു നിലപാട് എന്താണ് എന്നതും ഒരു ചോദ്യമാണ്. മാത്രമല്ല കൂടുതൽ നേതാക്കളുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെ ഒക്കെ ഒരു അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട്. അപ്പോൾ AK ആന്റണിയെ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ വിളിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. കൂടിക്കാഴ്ച അവസാനിച്ച ഈ സാഹചര്യത്തിൽ ഇനി വാർത്താ സമ്മേളനം നടത്തി അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത്. അതിനിയും എത്ര നേരം കാത്തിരിക്കണം എന്നതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. ഇന്ന് 10 ദിവസമായിരിക്കും, നമ്മളറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഈ ഒരു റിസൾട്ട് വന്നിന്ന് 10 ദിവസമായിരിക്കുകയാണ്. 10ാം ദിനമായിട്ട് മുഖ്യമന്ത്രിയെ കണ്ടെത്താനായിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നിട്ടില്ല എന്നത് കേരളത്തെ ഒന്നടങ്കം അലട്ടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ ഇന്നൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നൊരു തിരക്കിട്ട ചർച്ചകളാണ്. പ്രതീക്ഷയുടെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. KPCC ആസ്ഥാനത്തൊക്കെ നമ്മൾ ഈ കാണുന്നത് പോലെ തടിച്ചുകൂടി നിൽക്കുകയാണ്. പ്രവർത്തകർ ഒന്നടങ്കം തടിച്ചുകൂടി നിൽക്കുകയാണ്. അല്ല, ആരായിരിക്കും മുഖ്യമന്ത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ നമ്മുടെ പാർട്ടി പ്രവർത്തകർ ബാധ്യസ്ഥരല്ല. അത് പ്രഖ്യാപിക്കുന്ന ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും നമ്മൾ അംഗീകരിക്കും. പക്ഷേ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് കേരളത്തിലെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി, ശ്രീ ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയ ജനകീയത, ശ്രീ AK ആന്റണി സാറിന് കിട്ടിയ ജനകീയത, ശ്രീ K കരുണാകരൻ സാറിന് കിട്ടിയ ജനകീയത, അതുപോലെ ഒരു ജനകീയത ഉള്ള ഒരു നേതാവ് കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. അത് ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ആ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന് 102 സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ അധികാരത്തിൽ വരുവാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഒരു അനിശ്ചിതത്വം ഉണ്ടായത് നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു നിസ്സാര പാർട്ടിയല്ല, ഇതൊരു മഹാപ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ ഒരുപാട് കൂടിയാലോചനകളുണ്ട്. ആ കൂടിയാലോചനകൾ നടത്തി വരുവാനുള്ള ആ ഒരു സമയത്തിന്റെ ഒരു ഇതാ ഉണ്ടായത്. ഹൈക്കമാൻഡ് യുക്തമായ രീതിയിലുള്ള തീരുമാനം എടുക്കും. ശനിയാഴ്ചയോടുകൂടി നല്ലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരം വെക്കും. നല്ലൊരു കൂട്ട് മന്ത്രിസഭ UDF ഉണ്ടാവും. 5 കൊല്ലം നല്ല സുവാപ്തിയായിട്ടുള്ള ഭരണം, നമ്മൾ പറഞ്ഞിട്ടുള്ള 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കും. ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അനിശ്ചിതത്വം നാളെയോടുകൂടി കംപ്ലീറ്റ് ആവുന്നതാണ്. താങ്ക് യു. അല്ല, ഇന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ ചില പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച്
എപ്പോഴും സാവകാശം എടുക്കുന്ന തീരുമാനം കുറച്ച് തീരുമാനം പെട്ടെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം ആവത്തില്ല. എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ നേതാക്കന്മാരുടെ അഭിപ്രായം അറിയണം. എല്ലാവരും വരുന്നല്ലോ ഡൽഹിക്ക്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഭൂരിപക്ഷം നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് അനിശ്ചിതത്വം ഒന്നുമില്ല, വലിയൊരു പാർട്ടിയാണ്. അപ്പോൾ തീരുമാനമെടുക്കാൻ ഇത്തിരി സമയമെടുത്തു. എന്തായാലും തീരുമാനം എന്ത് തന്നെയായാലും അതിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ KPCC ആസ്ഥാനത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ് പ്രവർത്തകരെല്ലാം. ഇന്ന് അറിയും, ഈ മണിക്കൂറുകൾക്കകം അറിയും. ആ ആകാംക്ഷ ഇനി പൊട്ടാൻ, സസ്പെൻസ് പൊട്ടാൻ മണിക്കൂറുകൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും കേരളക്കാരെ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അവരുടെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാം. ഇത്രയും സസ്പെൻസ്, 10 ദിവസം നീണ്ടുനിന്ന സസ്പെൻസ്, 10 ദിവസം നീണ്ടുനിന്ന ചർച്ചകൾ, 10 ദിവസം നീണ്ടുനിന്ന തീരുമാനമെടുക്കൽ, അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ കാത്തിരിക്കുകയാണ്.